1972 9ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ അതിൽ പ്രതിനിധിയായി പങ്കെടുത്തിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി 94ാമത്തെ വയസ്സിൽ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മധുരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണനും ഉണ്ട്. കാലം കുറേ മാറി, പക്ഷേ അങ്ങനെ തന്നെ ചുറുചുറുക്കോടെ നിൽക്കുന്നു പാർട്ടിയും സഖാവും. ആരോഗ്യ പ്രശ്നം വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ പരിപാടികളിലും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്, പോകാറുമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ബൈ റോഡിൽ വന്നു. അതെ, റോഡിൽ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. പിന്നെ ഈ പാലക്കാട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുഖമുള്ള റോഡാണ്, യാതൊരു ട്രാഫിക്കിൻ്റെ തിരക്കില്ല. അതുകൊണ്ടാണ് വേഗതയിൽ ഇവിടെ എത്തിയത്. അന്നത്തെ മധുരയും ഇന്നത്തെ മധുരയും അത് തമ്മിൽ താരതമ്യപ്പെടുത്താൻ മധുര എന്നല്ല, ഒരു ദിക്ക് പോയാലും സാധിക്കൂല. ആഴ്ചകൾ വ്യത്യാസത്തിൽ മാറിക്കൊണ്ടിരിക്കുക. അന്നത്തെ പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും അതൊക്കെ ഓർക്കുന്നുണ്ട്? എന്താണ് അത്രത്തോളം എല്ലാ കാര്യങ്ങളും ഓർമ്മ വെക്കാൻ ഇപ്പം കഴിയുന്നില്ല. കുറച്ചുപോലും ഓർമ്മയില്ല അന്നത്തെ ഒരു അല്ല. അന്ന് ഇന്നത്തെ സ്ഥിതിയല്ല ഉള്ളത്. പാർട്ടി ചെറുതാണ്, അതുപോലെ തന്നെ മധുരയും ഇതുപോലെ വികസിച്ച് വന്നിട്ടില്ലാത്ത കാലമാണ്. അന്ന് ഇങ്ങനെ കാരണമാണോ വന്നത്? കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ? പാർട്ടി സെക്രട്ടറി സൈതാലിക്കുട്ടി ഒരുമിച്ചാണോ? ജില്ലാ സെക്രട്ടറിയാണ്. മലപ്പുറം സെക്രട്ടറി. ഇന്നും മലപ്പുറത്തു നിന്നുള്ള ആളുകളുമായിട്ടാണ് വന്നത്. അതെ അതെ. നിലമ്പൂർ മലപ്പുറം കുറേ നിന്നാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. 2 തവണ LDF വിജയിച്ചൊരു സ്ഥലമാണ്. ഇത്തവണയും എന്ത് സംഭവിക്കും? ഇത്തവണ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ജയിക്കും. LDFന് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അൻവർ സ്ഥാനാർത്ഥിയായപ്പോഴാണ് ജയിച്ചത്. അതെ, അത് ശരിയാണ്. പക്ഷേ അങ്ങനെ വ്യക്തികളുടെ പിറകെ പോകുന്നവരല്ല ജനങ്ങൾ. ആ വ്യക്തികൾ ഏത് പ്രസ്ഥാനത്തിലാണോ, അതിൻ്റെ നയനിലപാടുകൾ എന്താണോ എന്നുള്ളതൊക്കെ കുറേശ്ശെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തിരഞ്ഞെടുക്കുന്നവരും അതിൽ നിൽക്കുന്നവരുമാണ്. വ്യക്തികൾ ആരായാലും 10 വോട്ട് അവർക്കുണ്ടാവും. അതല്ലാതെ അത് ചിലർക്ക് 15 ആവും, ചിലർക്ക് 5 ആയിട്ട് ചുരുങ്ങും. അത്രയേ വ്യത്യാസമുള്ളൂ. 6 ദിവസവും ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പ്രത്യേക പ്രതിനിധിയായി പാലോളി മുഹമ്മദ് കുട്ടി ഉണ്ടാകും. വലിയ ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകരെ പോലെ തന്നെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ പാലോളി മുഹമ്മദ് കുട്ടിയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, മധുര.